അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നതിനിടയിലും ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ഒരു ജനപിന്തുണ അനുസരിച്ച് വി.ഡി. സതീശനാണ്. എന്നാൽ എം.എൽ.എമാരുടെ ഒരു പിന്തുണ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ പറയുന്നത് കെ.സി. വേണുഗോപാലിനെയും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും ഒക്കെയാണ്. എന്തായാലും നമുക്ക് നോക്കാം, ഈ ഒരു മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളൊരു ചോദ്യം ഉയരുമ്പോൾ പല സ്ഥലങ്ങളിലും ഓരോ നേതാക്കന്മാരെ സ്നേഹിക്കുന്ന ഒരു പറ്റം അണികൾ, അതായത് അങ്ങനെ തന്നെ പറയാം അതിനെ, ഇപ്പോൾ വി.ഡി. സതീശനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ നയങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ഈ പറയുന്ന അണികൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന തരത്തിലുള്ള ഫ്ലെക്സുകളും പോസ്റ്റുകളും സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ വഴിയോരങ്ങളിലും ഒക്കെ ഫ്ലെക്സുകളൊക്കെ വെക്കുന്ന രീതി നമ്മൾ ഇതിനോടകം തന്നെ കണ്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ഒരു ആഘോഷങ്ങളാണ് ആ അണികളിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരാളും കൂടിയുണ്ട്, വേറെ ആരുമല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. കെ.സി. മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ കെ.സി. ആണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. കെ.സിനെ കാണാനും കെട്ടിപ്പിടിക്കാനും കെ.സി. വരുന്ന സമയത്ത് ഒരുപാട് ജനങ്ങളാണ് ഈ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട് വന്നത്. വി.ഡി. സതീശനെ അതുപോലെ തന്നെയാണ് ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന രണ്ടുപേരാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് കുറച്ചുകൂടി ജനപിന്തുണ എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. നമ്മൾ കണ്ടതാണ് വി.ഡി. സതീശന്റെ പ്രചാരണ വേളയിൽ വി.ഡി. സതീശനെ കാണാൻ വേണ്ടി എത്തുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ജനപിന്തുണ മാത്രമല്ല, ഒരു MLA-മാരുടെ പിന്തുണയുള്ളത് വി.ഡിയെ കാട്ടി കുറച്ചുകൂടി കെ.സി. വേണുഗോപാലിനാണ്. എന്തായാലും അതിനിടയിൽ തന്നെ രമേശ് ചെന്നിത്തലയും വരുന്നുണ്ട്. എന്തായാലും AICC ജനറൽ സെക്രട്ടറി എന്ന പദം മാറി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. പക്ഷെ അങ്ങനൊരു സാധ്യത കുറവാണ്. കാരണം അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്, നമുക്കറിയില്ല. എങ്കിലും അദ്ദേഹം അല്ല, എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നില്ല, അദ്ദേഹത്തിന് പകരം അദ്ദേഹം ഒരുപക്ഷെ ചൂസ് ചെയ്യുക രമേശ് ചെന്നിത്തല ആയിരിക്കും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപിന്തുണയൊന്നും അദ്ദേഹത്തിന് വലിയ രീതിയില്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പദത്തിലിരുന്നു കൊണ്ട് കേരളത്തെ ഭരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്, അതായത് ഒരു ഭരണപരിചയം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഒരു കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ വി.ഡി. സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ. നമുക്കറിയാം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ പറവൂരിലുള്ള ഒരു പരിചയമല്ലാതെ കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര രാഷ്ട്രീയത്തിലോ വലിയ രീതിയിലുള്ള പരിചയം അദ്ദേഹത്തിനില്ല. അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കും, അദ്ദേഹത്തിന്റെ പ്രചാരണ വേളകളിലൊക്കെ നല്ല രീതിയിൽ നിൽക്കും, പാർട്ടിക്ക് വേണ്ടി അങ്ങേയറ്റം നിൽക്കുന്ന ഒരു നേതാവാണ് വി.ഡി. സതീശൻ. കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ മികച്ച പ്രവർത്തനം അദ്ദേഹത്തെ മുൻനിര സ്ഥാനാർത്ഥി ആക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനി രണ്ടാമത് വരുവാണെങ്കിൽ കെ.സി. വേണുഗോപാലാണ്. ഈ കെ.സി. വേണുഗോപാലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡുമായിട്ടുള്ള അടുത്ത ബന്ധവും പാർട്ടിയിലെ സ്വാധീനവും അദ്ദേഹത്തിന്റെ പേരും സജീവമായിട്ട് ചർച്ചകളിൽ വരാൻ കാരണമാകുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിനെ വലിയ രീതിയിൽ അടുത്തറിഞ്ഞിട്ടില്ലെങ്കിലും ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. നമുക്കറിയാം, ഈ പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ പ്രചാരണ വേളയിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ ഇവിടെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും ഈ അടുത്ത് എങ്ങനെയാണോ എന്നുള്ള അതായത് ഈ ഓരോ പ്രചാരണ വേളയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എങ്ങനെയൊക്കെ അതിന്റെ നീക്കങ്ങൾ നടത്തണം എന്നുള്ള ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത്, ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്ത് അതിനെ ഒരു ആ ഒരു കപ്പലിൽ ഒരു കപ്പിത്താനാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ വിജയം കണ്ടു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണകളിലൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഈ UDF ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫണ്ടായിരുന്നു, പണമായിരുന്നു. പണം അവരുടെ കയ്യിൽ ആവശ്യത്തിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പണമില്ലാത്തത് മൂലം പല സ്ഥലങ്ങളിലും നേതാക്കൾ പരാജയപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനല്ല. കെ.സിയുടെ ഇടപെടൽ മൂലം ഈ പറയുന്നത് പോലെ തന്നെ കേന്ദ്രത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ചെറിയ ഒരു ഫണ്ടിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന് ഒരു അനുകൂലമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു പ്രവണത എന്ന് പറയുന്നത് പാർട്ടിയെ വലിയ രീതിയിൽ തന്നെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് അവിടുത്തെ MLA-മാരും അണികളും അറിയുന്നുണ്ട്. എന്തായാലും ആ ഒരു രീതിയിൽ, അതായത് ഈ അണികൾക്കിടയിലും MLA-മാർക്കിടയിലും വലിയൊരു സ്വാധീനം ഈ പറയുന്ന കെ
സി വേണുഗോപാലിനുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കമാൻഡുമായിട്ടുള്ള അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ സി വേണുഗോപാൽ. ഇനി നമ്മൾ നേരെ തിരിഞ്ഞ് രമേശ് ചെന്നിത്തലയ്ക്ക്, അതായത് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല, പകരം രമേശ് ചെന്നിത്തലയെ ചൂസ് ചെയ്യുകയാണെങ്കിൽ മുതിർന്ന നേതാവായിട്ടുള്ള അദ്ദേഹത്തിന് ഭരണത്തിലും സംഘടനയിലും ഉള്ള പരിചയം ദീർഘകാല പരിചയ സമ്പന്നനാണ് അദ്ദേഹം. മാത്രമല്ല ഈ ജനപിന്തുണ VD അല്ലെങ്കിൽ MLA പിന്തുണ KC ഒക്കെ പരിഗണിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണപരിചയം തന്നെയാണ്. അതായത് ഈ ഭരണപരിചയം VD സതീശന് അത്രയില്ല, പറവൂർ മാത്രമാണ്. അതായത് കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു ഏരിയ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പറവൂർ MLA എന്ന നിലയിലുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭരണപരിചയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏറ്റവും ഒരു സീനിയോറിറ്റി നേതാവ് എന്ന് അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ഈ പറവൂർ വിട്ട് പോയിട്ടില്ലാത്ത VD സതീശന്റെ ആ ഒരു ഭരണപരിചയവും രമേശ് ചെന്നിത്തലയുടെ ഭരണപരിചയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. KC ഇല്ല, KC ഒരു ചോയ്സ് എടുക്കുകയാണെങ്കിൽ എന്നുള്ള കാര്യത്തിലേക്കാണ് പറയുന്നത് കേട്ടോ. എന്തായാലും പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഭരണപരിചയമുള്ള ഒരാളാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല. KSU പ്രസിഡന്റ് മുതൽ ആഭ്യന്തരമന്ത്രി, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ദീർഘകാല പരിചയ ഭരണത്തിൽ സ്ഥിരത നൽകുമെന്ന് കരുതുന്നവർ ധാരാളമാണ്. ഇനി NSS, SNDP തുടങ്ങിയ വിവിധ സാമുദായിക സംഘടനകളുമായിട്ട് അദ്ദേഹം പുലർത്തുന്ന നല്ല ബന്ധം ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് UDFന്റെ ഒരു പരമ്പരാഗത വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്താൻ സഹായിച്ചേക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു സാധ്യത അദ്ദേഹത്തിനുമുണ്ട്. കാരണം ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കും. ജനപിന്തുണ മാത്രമല്ല, എങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നോക്കും. VD സതീശൻ അതിന് കഴിയില്ല എന്നല്ല, അദ്ദേഹത്തിന്റെ MLA സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നല്ല പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ നല്ല ഭരണം തന്നെയാണ് കാഴ്ചവെച്ചതെങ്കിലും കുറച്ചുകൂടി സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കാണ്. അപ്പൊ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സീനിയോറിറ്റി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എടുക്കുന്നത് കൊണ്ട് VD സതീശനോ KC വേണുഗോപാലിനോ അതിലൊന്നും പറയാൻ കഴിയില്ല. കാരണം അത്രയേറെ പാർട്ടിയിൽ നിന്നിട്ടുള്ളതും അതുപോലെ തന്നെ പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ ഒരു സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. എന്തായാലും VD സതീശനെ നോക്കുകയാണെങ്കിൽ ഇനി 2001 മുതൽ തുടർച്ചയായിട്ട് 5 തവണ പറവൂർ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ അദ്ദേഹത്തിന് 25 വർഷത്തോളമുള്ള നിയമസഭാ പരിചയം മാത്രമാണുള്ളത്. അങ്ങനെയല്ല രമേശ് ചെന്നിത്തലയുടെ കാര്യം. കേന്ദ്രം, ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, അതായത് PAC എന്ന് പറയുന്ന എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലുള്ള പ്രവർത്തനം ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആഴത്തിലുള്ള അറിവ് നൽകിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അദ്ദേഹത്തിന് ഭരണപരിചയം കുറവാണെങ്കിലും ഘടകകക്ഷികളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നതിലും കൂട്ടായിട്ടുള്ള നേതൃത്വത്തിലൂടെ, അതൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും അദ്ദേഹം വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് ഒരുപറ്റം ആളുകൾ പറയുന്നത്. ഇനി മുഖ്യമന്ത്രിയായാൽ മുതിർന്ന നേതാക്കളുടെയും IUMLA പോലുള്ള, അതായത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷികളുടെയും സഹായത്തോടെ ഈ കുറവ് നികത്താൻ കഴിയുമെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുന്നത്. അതായത് വലിയൊരു ജനപിന്തുണ എപ്പോഴും VD സതീശനുണ്ട്. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാവരോടും ഇടപഴകുന്ന ഒരു സ്വഭാവമാണ്. ഭരണം മാത്രമല്ല, അദ്ദേഹം ഭരണത്തോടൊപ്പം തന്നെ എല്ലാവരും ചേർത്ത് നിർത്തുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഒരേപോലെ നിർത്തുന്ന ഒരു നയം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അത് ഒരു പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. എങ്കിലും മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള KC വേണുഗോപാൽ എന്നിവരുമായിട്ടുള്ള ഒരു താരതമ്യം ചെയ്യുമ്പോൾ സതീശന്റെ ഭരണപരിചയം കുറവാണെന്നത് ഒരു യഥാർത്ഥ കാര്യമാണ്. അത് ഹൈക്കമാൻഡ് നോക്കുമോ, അത് എങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് അതിന്റെ ഒരു കാര്യങ്ങൾ എടുക്കുക എന്നത് ഇനി നമുക്ക് ആ ഒരു തീരുമാനം വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമ്പോൾ ഈ ഒരു പരിചയ സമ്പത്ത് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമായേക്കാം എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വലിയൊരു സാധ്യത കൂടുതലാണ് എന്നുള്ളത്. എന്തായാലും ചെന്നിത്തല വിജയിച്ചു കഴിഞ്ഞാൽ
VD ആഭ്യന്തരം അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ വിലയിരുത്തുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ വകുപ്പുകൾ കൊടുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി ഈ MLA-മാരായിട്ട് വിജയിച്ചു വന്നവർക്കും അതിലൊരു പങ്കുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മന്ത്രിമാരാകാൻ സാധ്യതയുള്ള കുറച്ചു പേരുണ്ട്. അതിലൊന്നാണ് കോട്ടയത്ത് നിന്ന് ജയിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇനി പേരാവൂർ വിജയിച്ച സണ്ണി ജോസഫ് എന്നിവർക്ക് ഒരു പ്രധാന വകുപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി യുവ മുഖങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പുതുപ്പള്ളിയിൽ നിന്ന് വിജയിച്ച ചാണ്ടി ഉമ്മൻ, മൂവാറ്റുപുഴയിൽ നിന്ന് മികച്ച വിജയം നേടിയ മാത്യു കുഴൽനാടൻ, റോജി M. ജോൺ, അതായത് അങ്കമാലിയിൽ നിന്ന് ജയിച്ച എന്നിവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുന്നുണ്ട്. ഇനി മറ്റ് ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC വിഷ്ണുനാഥ് ആണ് കൊല്ലം കുണ്ട്രയിൽ നിന്ന് മത്സരിച്ച. ഇനി കോവളത്ത് നിന്ന് MV വിൻസെന്റ്, കൽപ്പറ്റയിൽ നിന്ന് T. സിദ്ദീഖ്, തൃത്താല VT ബൽറാം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് K. മുരളീധരൻ എന്നിവരും ഒരു പട്ടികാ സാധ്യതയിലുണ്ട്. അതായത് മന്ത്രിമാരാകാനുള്ള ഒരു സാധ്യതാ പട്ടികയിൽ ഉള്ള ആളുകളാണ്. ഇനി വനിതാ പ്രതിനിധികളെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുന്ന 2 പേരുണ്ട്. ഒന്ന് ബിന്ദു കൃഷ്ണ, കൊല്ലത്ത് നിന്ന് ജയിച്ച് അല്ലെങ്കിൽ അരൂരിൽ നിന്ന് ജയിച്ച ഷാനി മോൾ ഉസ്മാൻ എന്നിവരെ ഒരാൾക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യത കൂടി ഇതിൽ കണക്കിലാക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മുസ്ലിം ലീഗിൽ നോക്കുകയാണെങ്കിൽ UDF മുന്നണിയുടെ ഒരു ഭാഗമായിട്ട് മുസ്ലിം ലീഗ് 27 സീറ്റുകളാണ് ഇത്തവണ മത്സരിച്ചത്. അതിൽ 24 സീറ്റുകളും ഇവർക്ക് വിജയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു സ്ഥാനം അവർക്കും കിട്ടാൻ കൂടുതലാണ്. കഴിഞ്ഞ തവണ ഇത് 15 ആയിരുന്നു. എന്തായാലും ഈ ഒരു മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനങ്ങളും ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും വേണമെന്ന ശക്തമായിട്ടുള്ള ആവശ്യം, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 4 അല്ലെങ്കിൽ 5 സീറ്റ് അവർക്ക് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി എന്ന ഒരു ആവശ്യവും അവിടെ പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അവർക്ക് 3 മന്ത്രിമാരുണ്ടായിരുന്നത്. ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി, ബഷീർ, N. ഷംസുദ്ദീൻ തുടങ്ങിയ പ്രമുഖർക്കൊപ്പം പുതുമുഖങ്ങളും മന്ത്രിസഭയിൽ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൂട്ടൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമാണ്. KC വേണുഗോപാൽ വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ ആ KC വേണുഗോപാലിന് പകരം അവിടെ വരിക രമേശ് ചെന്നിത്തലയായിരിക്കും. രമേശ് ചെന്നിത്തലയുടെ പരിചയ സമ്പന്നമാണ് ഏറ്റവും കൂടുതൽ. അതിൽ എടുത്തു പറയുന്നത് ഒരുപക്ഷെ ജനപിന്തുണയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഫണ്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇല്ലായിരിക്കാം. പക്ഷേ എങ്കിലും MLA-മാരുടെ പിന്തുണ നമുക്ക് അത് നോക്കിക്കാണേണ്ടതുണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ KC അല്ല, പകരം KCയുടെ ഈ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിൽ രമേശ് ചെന്നിത്തലയാണെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യത ഇത്രയധികം ഹൈക്കമാൻഡ് പരിഗണിക്കേണ്ടതുണ്ട്. അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. ഇനി അല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ ജനപിന്തുണ എന്ന് നോക്കുകയാണെങ്കിൽ അത് VD സതീശന്റെ കൈകളിലേക്ക് മുഖ്യമന്ത്രി കസേര പോകും എന്നതാണ്. എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ചാണ് ആരാകും മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും ജനപിന്തുണ VD സതീശനുണ്ട്. അതുപോലെ തന്നെ ഭരണ പരിചയം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. KC മാറി നിൽക്കുകയാണെങ്കിൽ ഇതിൽ ആരാകും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്.